പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നൽകിയ നല്ല വിലപ്പെട്ട അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും ക്രിസ്തുവിൽ വന്ദനവും അറിയിക്കുന്നു. Greetings to all in the Master's name of the Lord and Savior Jesus Christ, to all the servants of the Lord, and to everyone who's come for this evening Bible study. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവുമായിട്ട് ദിവസത്തിലായിരിക്കാൻ കർത്താവ് നൽകുന്ന വിലയേറിയ അവസരത്തിൽ ഏകാഗ്രയോടും ദൈവഭയത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് തുടർന്നുള്ള സമയങ്ങൾ ദിവസം നമുക്കായിരിക്കാം. God has given us one more chance to meditate upon the word of God, so let us sit in his presence with reverence and with a lot of attention. രണ്ടാഴ്ച നമ്മുടെ ക്ലാസ്സുകൾ ഇല്ലാഞ്ഞല്ലോ. അപ്പോ നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്ത കാര്യങ്ങൾ കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ ക്ലാസ്സുകൾ മുടങ്ങുമ്പം അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ വരുന്ന ക്ലാസ്സുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അത് സാധാരണമാണ്. എങ്കിലും നിങ്ങൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളായതുകൊണ്ടല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. For the last 2 weeks, we could not have our Bible study because of the other prayer meetings. But I hope that everybody is able to remember and recollect what we studied 2 weeks back, and we'll continue on from there. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ആത്മവിശനായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആസിയിലുള്ള 7 സഭകൾക്കുള്ള ദൂതുകൾ എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. When we read the book of Revelation, when the Apostle John was in the island of Patmos, Jesus revealed the messages to the 7 churches in Asia, which we read in chapters 2 and 3. എഫെസോസ് സഭയുടെ ദൂത എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ രണ്ടാമതായിട്ട് അടുത്ത സഭ സ്മുർന സഭയാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. When the last time we meditated on this portion, we understood about what is the message to the church in Ephesus. Now we are going to go into the church in Smyrna. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് സ്മുർന സഭയെ പറ്റി പറയുന്ന ദൂതുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശബ്ദത്തിൽ വായിക്കാം. Can we read Revelation chapter 2 verse 8 to 11, which is the message given to the church in Smyrna? സ്മിർനയിലെ സഭയുടെ ദൂതന് എഴുതുക. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്ത വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നതിന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. ഇവിടെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സ്മുർന സഭയുള്ള ദൂത് വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. Here the message to the church in Smyrna is very clearly listed in verses 8 to 11. സ്മുർന സഭ ഒത്തിരി കഷ്ടതയിലും കൈപ്പേറിയ അനുഭവത്തിലും കൂടെ കർത്താവിനെ സേവിച്ച ഒരു സഭയാണ്. ഒരുപാട് പീഡയുടെ അനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോഴും അവർ വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്ന ഒരു സഭയാണ് സ്മുർന സഭ. The church in Smyrna had gone through a lot of tribulation and a lot of issues in their life and a lot of sufferings, but in the midst of all their tribulations, they held fast the faith that they had in Christ. സ്മുർന എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്. കയ്പ്. The word Smyrna itself means bitterness. കയ്പേറിയ ഒരുപാട് അനുഭവങ്ങൾ കൂടെ വിശുദ്ധന്മാര് പോകേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ അവര് രക്ഷകനെ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തിന് വീര്യം കൂട്ടിക്കൊണ്ട് പ്രാർത്ഥനയിലും ആരാധനയിലും ബലപ്പെട്ടു വന്നു. The believers there had gone through a lot of sufferings and tribulations, a lot of bitterness, but even in the midst of that, they didn't let their spiritual life drown, but they became stronger in Christ. അതിന്റെ പശ്ചാത്തലമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. ഇനി ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. And during the last Bible study, we had gone through the background of the church, and let us continue on from there. 9-ാമത്തെ വാക്യത്തിൽ ഇവിടെ കാണുന്നു, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നവരെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു എന്നാണ് 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. And the verse 9 goes on like this: I know your works, tribulation and poverty, but you are rich. And I know the blasphemy of those who say they are Jews and are not, but are a synagogue of Satan. ആ സ്മുർന സഭയെ പ്രശംസിച്ചുകൊണ്ട് പറയുന്ന ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യമാണ് 9-ാം വാക്യം.
The verse 9, the Lord is speaking as a credit of the good things about the church in Smyrna. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഓർത്തിരുന്നു. ദൈവപുത്രൻ ദരിദ്രനായി ജനിച്ചു, അത് നമ്മെ സമ്പന്നരാക്കാനാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാനിടയായി. In our last class, we touched about the portion that our Lord was born in poverty as poor, so that we could be rich in Christ. കർത്താവ് അവസാനം വരെ കഷ്ടതയുടെ പാതയിൽ കൂടി യാത്ര ചെയ്ത് തന്റെ ദൗത്യം കാൽവറിയിൽ പൂർത്തിയാക്കിയപ്പോൾ താൻ സമ്പന്നന്മാരോട് കൂടിയായിരുന്നു. And when Jesus, in the whole of his ministry, he was in poverty, and until the cross of Calvary, he was in poverty. But after his death, he was with the rich. അപ്പോൾ സ്മുർന സഭയുടെ കഷ്ടത, അവരുടെ ജീവിതത്തിൽ അവരുടെ പീഡനത്തിന്റെ അനുഭവങ്ങൾ, അവരെ പീഡിപ്പിച്ച അനുഭവങ്ങൾ, കഷ്ടതയുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ യേശുവിനെ മാതൃകയാക്കിയുള്ള ഒരു ജീവിതത്തിന് ഇടയായി ഇവർക്ക് കഷ്ടത അനുഭവിപ്പാനിടയായത് ആത്മീയ പുരോഗതിക്ക് കാരണമായി. And just like the pattern that Jesus showed during his public ministry, this church in Smyrna also went through a lot of tribulations and sufferings, but that led to their spiritual growth in their life. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലും താൻ കഷ്ടതയിൽ കൂടെ യാത്ര ചെയ്താണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. താൻ അത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നിടം വരെ തന്റെ ജീവിതത്തിൽ കഷ്ടത ഒരു കൂടപ്പിറപ്പായിട്ട് പോയിരുന്നു. This pattern we also see in Paul the Apostle's life. He had sufferings till the very last moment in his life. He went through a lot of sufferings and trials, and that is how he's able to say the words that I've run the good race, I've fought the good fight, and now there is kept the crown of life for me. Crown of righteousness. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. And the Lord has also said that, and we also read in the scripture say that you have tribulation while you're in this world, but do not fear it because I've overcome the world. ഈ സ്മുർന സഭയിലെ നല്ലൊരു ശതമാനം ആളുകൾ നിർധനരായിരുന്നു. പക്ഷെ അവരെ നോക്കിയിട്ട് കർത്താവ് പറയാണ്, അവർ ലോകത്ത് നിർധനരായിരിക്കെ കർത്താവ് പറയാണ് ദൈവരെ ധനവാന്മാർ എന്ന് വിശേഷിപ്പിച്ചു. There were a lot of believers in the church of Smyrna who were not very rich, but the Lord is looking at them in what is seeming like their poverty and saying, but you are rich. അതിനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ദാരിദ്ര്യത്തിലും അവർ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. And the reason why Jesus is pointing them and saying you're rich is because even though physically on the earth they were undergoing poverty, but they had treasures laid up in heaven. ഭൂമിയിൽ നിന്നുകൊണ്ടാണ് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാൻ പറ്റുന്നത്. You can make treasures in heaven only by staying on earth. മെക്കദോന്യ സഭകളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, 2 കൊരിന്ത്യർ 8-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്, അവർ മഹാകഷ്ടത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ ആയിരുന്ന സമയത്ത് അവരുടെ സന്തോഷ സമൃദ്ധി ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി എന്ന്. And we read about the church in Macedonia that even though they were in a lot of sufferings and tribulation, but they were able to show a lot of fellowship out of the richness. സ്മുർന സഭ അവരുടെ ഞെരുക്കത്തിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയും ദൈവദാസന്മാരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും സാധുക്കളെ സഹായിക്കുകയും ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ആ സഭ അവരുടെ കഷ്ടതയിൽ ചെയ്തത് കർത്താവ് കണ്ടുകൊണ്ട് സ്വർഗത്തിൽ അവർ ഇത് നിമിത്തം അവർക്ക് ലഭിച്ച നിക്ഷേപം കണ്ടുകൊണ്ടാണ് അവരെ പുകഴ്ത്തി പറയുന്നത് നിങ്ങൾ ധനവാന്മാരാണ്. And the reason why the Lord is looking at the church in Smyrna saying you are rich is because even in the midst of their sufferings and their poverty, they showed a lot of fellowship in helping the saints and other servants of God. And because of that, they were gathering up treasures in heaven. And looking at the treasures in heaven, the Lord is saying, you are rich. ഇവിടെയുള്ള ധനവാന്മാർ ഇവിടെയുള്ളതിന് മാത്രം വേണ്ടി കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെയുള്ളത് പുഴുവും തുരുമ്പും എടുക്കുകയും കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യുന്ന നിക്ഷേപമായതുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് സ്വർഗത്തിൽ ഒരു നിക്ഷേപം ഉണ്ടാക്കാൻ ഒത്താൽ നിത്യത മുഴുവനും അത് അനുഗ്രഹമാണ്. The rich men of this, or the rich people of this earth, all the riches that they gather in this earth will finish this earth. It will be eaten by worms and by rust. But if a person is able to store up riches in heaven, treasures in heaven, he can enjoy that for a long eternity. തങ്ങളെ യഹൂദരെന്ന് പറയുന്നവരെങ്കിലും യഹൂദന്മാരല്ല, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? And the continuation of verse 9 is saying that I know the blasphemy of those who say they are Jews, but they are not, but they are a synagogue of Satan. ഈ സ്മുർന പട്ടണത്തിൽ മഹാധനികന്മാരായ കുറെ ആളുകൾ ഉണ്ടായിരുന്നു.
In this town, in the city of Smyrna, there were a lot of people who are very rich. ഇവർക്ക് ദൈവാലയവും പള്ളികളും ആരാധന സ്ഥലങ്ങളായിരുന്നു. അവിടെയുള്ള ആരാധനയുടെ കാലം കഴിഞ്ഞിട്ടും ആ പ്രമാണം കഴിഞ്ഞിട്ടും അവർ പഴയ നിയമ ആരാധനയുടെ തുടർച്ചയിൽ പോയിക്കൊണ്ടിരുന്നു. And those people, those rich people, they had a lot of temples and synagogues there. Even though the Old Testament worship had concluded, they continued the Old Testament worship there. അവരെ ആലയത്തിനും പുരോഹിതനും ആ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃപായുഗത്തിൽ അവർ മുൻപോട്ട് പോയി. And even though they were in the age of grace, but they still continued the Old Testament worship and the lineage of the priesthood. എന്നാൽ ദൈവം ഈ യുഗത്തിൽ ആഗ്രഹിക്കുന്നത് കർമാചാരങ്ങളായ ആരാധനകളല്ല, ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദേവാലയത്തിൽ എങ്ങനെ നടക്കണം എന്ന് വ്യക്തമായി തീമോഥെയോസിനോട് പൗലോസ് പറയുന്ന വാക്കിൽ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദേവാലയത്തിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതൂ എന്ന് 1 തീമോഥെയോസ് 3:15 പറഞ്ഞിരിക്കുന്നു. When in 1 Timothy chapter 1, we read the instruction to Timothy saying that in this age of grace, how is the Lord desiring true worship, not in the old way, not through some works, but how a person should worship is listed by Paul when he's writing his letter to 1 Timothy, to Timothy. പുതിയ നിയമ ആലയം ഏതാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. 1 കൊരിന്ത്യർ 3:16 അവിടെ കാണുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും പറഞ്ഞു തുടങ്ങുകയാണ് അവിടെ. In 1 Corinthians chapter 3 verse 16, we read that the Lord is really defining, and Paul is saying that you are the temple of God, and how the worship should be is continuing on there. ആ വാക്യം നമുക്ക് വായിക്കാം. Can we read 1 Corinthians 3:16, please? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ ആലയം ഏതാണെന്നും ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നും ദൈവാത്മാവ് ആ വ്യക്തികളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നു. And it's very clearly mentioned in 1 Corinthians chapter 3 verse 16 what the temple of God is, which says, do you not know that you are the temple of God and the Spirit of God dwells in you? If anyone defiles the temple of God, God will destroy him, for the temple of God is holy, which temple you are. പുതിയ നിയമ ആലയം എന്ന് പറയുന്നത് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചവരും യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു വേർപാട് പാലിച്ച് കർത്താവിന്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കപ്പെട്ടവരാണ് കർത്താവിന്റെ ആലയം. So who is the New Testament church or the New Testament temple of God is anyone who's accepted Jesus as his personal savior, has been baptized, has been filled by the Spirit and separated out to worship the Lord. He is the temple of the Lord. ശമരിയാശ്രീയും കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ പുതിയ നിയമ ആരാധനയുടെ ക്രമം എന്താണെന്ന് ഒരു സൂചന കൊടുക്കുകയാണ്. In the conversation between the Samaritan woman and Jesus, in the conversation, there is a small indication how the New Testament or New Covenant worship should be like. അവൾ അവിടെ പാരമ്പര്യങ്ങളെ പറ്റി കർത്താവുമായിട്ട് സംസാരിച്ചു. അവരുടെ പിതാവായ യാക്കോബിനെ പറ്റി പറഞ്ഞു. അവൻ കുഴിച്ചെന്ന കിണറിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് ആരാധനയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച മലകളെ പറ്റി പറയുന്നു. ഉടനെ മറുപടിയായിട്ട് കർത്താവ് പറയുന്ന വാക്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. John chapter 4 verses 11 onwards, please. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിൽ ആകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം പ്രസാദിക്കുന്നതുമായിട്ടുള്ള ഒരു ആരാധനയെ പറ്റി ശമരിയ സ്ത്രീയോട് കർത്താവ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. In the conversation we read, John chapter 4 verse 21,
John chapter 4, verse 21 onwards, Jesus is very clearly explaining to the Samaritan woman what is the true worship that the Father desires and what is the true worship that he takes pleasure in is what is being described there. അവിടെ ആരാധനയുടെ മാധുര്യമായൊരു അനുഭവവും ആരാധനയുടെ ശക്തിയും ദൈവപ്രസാദവും സ്ഥല കാല സമയ വ്യത്യാസം കൂടാതെ പുതിയ നിയമത്തിൽ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്ന് പറയുകയാണ്. So there the description is given, hallelujah, how the New Testament or the New Covenant worship should be. It should be outside of time or place barriers, and that is what it described to the Samaritan woman. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂദാശ ചെയ്യപ്പെട്ട സ്ഥലം എന്നുള്ളതിനേക്കാൾ അപ്പുറമായി മരച്ചോട്ടിലാണെങ്കിലും ഹൃദയത്തിന്റെ ശുദ്ധീകരണവും പരമാർത്ഥ ഹൃദയവും നല്ല മനസ്സാക്ഷിയുമാണ് ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. And where there we understand what is true worship. It is not about some ritualistic place where you do the worship, but that comes out of a clean heart with a dedicated heart and a commitment. That is true worship that the Lord desires. സത്യനമസ്കാരികളുടെ ആരാധനയുടെ പ്രത്യേകത സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. And the sign of the true worshippers is that those who worship the Lord worship him in spirit and truth. സത്യം എന്ന് പറയുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആ സത്യം എന്ന കർത്താവിലും കർത്താവിന്റെ പ്രമാണത്തിലുമാണ് പുതിയ നിയമസഭയുടെ ആരാധന. And the New Testament church worship, it says that it should be in spirit and truth. What is the truth that is being mentioned? That truth is a person, which is the Lord and Savior Jesus Christ, because he said, I am the way, the truth, and the life. ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് ദേഹവും ദേഹിയും ആത്മാവും നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറമായി അതിനെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് ഈ മൂന്ന് ഭാഗങ്ങളും കീഴ്പ്പെടുത്തി കൊടുക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആത്മാവിൽ ആരാധിക്കാൻ ഒക്കത്തുള്ളൂ. And the second portion that is being mentioned, there is a true worshipper must worship him in spirit. What is spirit? By submitting your body, your soul, and your spirit completely to the Holy Spirit and being submissive in your worship, only that person can worship the Lord in spirit. പെന്തക്കോസ്ത് നാളിൽ ഏകദേശം 120 പേര് കൂടുന്ന സംഘം യേശുവിന്റെ അമ്മ മറിയ സഹിതം പരിശുദ്ധാത്മ സ്നാനം പ്രാപിപ്പാനായിട്ട് മുട്ടുകുത്തുമ്പോൾ അവര് കൂടിയിരുന്നതിന്റെ 10ാമത്തെ ദിവസത്തിൽ പിതാവിനോട് ചോദിച്ചു വാങ്ങി പുത്രൻ പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തു. When we read in the book of Acts, on the day of Pentecost, 10 days after Jesus had gone, 120 people were gathered in the upper room, including the mother of Jesus, Mary. The promise that was given by Jesus that the Holy Spirit will be received by them was granted to them. പാപങ്ങൾ ഏറ്റുപറഞ്ഞവരെ യോഹന്നാൻ യോർദാനിൽ മാനസാന്തര സ്നാനം കഴിപ്പിച്ചപ്പോൾ, വെള്ളത്തിൽ മുക്കിയപ്പോൾ, ഇതുപോലെ എന്റെ പിന്നാലെ വരുന്ന യേശു കർത്താവ് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുക്കും, സ്നാനം കഴിപ്പിക്കും എന്ന് യോഹന്നാൻ പറഞ്ഞു. John the Baptist had given a repentance baptism for those who had repented of their sins, but he also said that there's a person coming behind me who will baptize you in the Holy Spirit. വാഗ്ദത്തം, ഈ വാഗ്ദത്തം, പരിശുദ്ധാത്മാ എന്ന വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായിട്ടുള്ള ഏവർക്കും ഉള്ളതല്ലോ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ പ്രവചനം വാസ്തവത്തിൽ ഇവിടെ നടന്നു. And the promise and the prophecy that was given by even in the Old Testament by Joel, saying that this promise of the Holy Spirit is not only to you but also to your descendants and to those who are distant, was fulfilled on the day of Pentecost. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള ആരാധന എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ കർത്താവ് ഇഷ്ടപ്പെടുന്നതും പ്രസാദിക്കുന്നതുമായിട്ടുള്ള ആരാധനയുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഉള്ള ആരാധന. So a worship which is under the infilling of the Holy Spirit is a worship in which the God the Father desires and he takes good pleasure in. 1 Corinthians 12 അധ്യായത്തിന്റെ 13 വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു ഇരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു.
1 Corinthians chapter 12 verse 13 reads, "For by one Spirit we were all baptized into one body, whether Jews or Greeks, whether slaves or free, and have all been made to drink into one Spirit." ദൈവസഭയുടെ അംഗങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു തലയും സഭ ശരീരവുമായിരിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന തലയുടെ ശരീരമായി നാം മാറുന്നത് പരിശുദ്ധാത്മ സ്നാനത്താലാണ്. So those who claim themselves to be members of the church, of the true church, should understand that as Jesus is the head of the body, we become the body of which Jesus is the head when we are filled by the Holy Spirit. എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. Because it's written in verse 13 in 1 Corinthians chapter 12 verse 13, it says, "For by one Spirit we were all baptized into one body." എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു ഇരിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത് പുതിയ സഭയുടെ അടിസ്ഥാനപരമായ കാര്യമാണ്. And is also written, "And have all been made to drink into one Spirit," which means the baptism of the Holy Spirit is a fundamental experience of every born again Christian. അപ്പോൾ നിർബന്ധമായിട്ടും പരിശുദ്ധാത്മ സ്നാനം ഒരു വിശ്വാസി പ്രാപിച്ചിരിക്കണമെന്ന് ഈ ബൈബിൾ വളരെ വ്യക്തമായി സംസാരിക്കുന്നു. So the Bible is very clear in its instruction that the Holy Spirit baptism is not an option, but is a mandatory requirement for every child of God. ക്രിസ്തു എന്ന തലയുടെ ശരീരമായി മാറണമെങ്കിൽ ആത്മസ്നാനം പ്രാപിക്കണം. If you want to become the body of what Christ is the head, then you need to get the baptism of the Holy Spirit. അപ്പോ ഈ ബൈബിളിൽ പരിശുദ്ധാത്മ സ്നാനം നടന്നിരുന്ന പ്രാപിച്ചിരുന്ന സ്ഥലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെല്ലാം ഈ പരിശുദ്ധാത്മ സ്നാനം നടന്നതിന് ചില പ്രത്യേകതകളുണ്ട്. When we look at the different places where the outpouring of the Holy Spirit happened, where the baptism of the Holy Spirit happened, there were different experiences or patterns we can understand from there. മർക്കോസിൽ അവര് താണിരുന്ന് അതിനായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു. അവിടെ ഉണ്ടായ പല സംഭവങ്ങളെ പറ്റി 2-ാം അധ്യായത്തിൽ പ്രവൃത്തിയിൽ വിശദീകരിക്കുന്നുണ്ട്. In Acts chapter 2, we know that when the Holy Spirit was poured upon the 120 in the upper room, there were certain features or experiences that were manifested during the baptism of the Holy Spirit. അവിടെ കൊടിയ കാറ്റടിക്കുന്ന അനുഭവവും പെട്ടെന്ന് വലിയൊരു ഭൂകമ്പവും കൊടിയ കാറ്റടിക്കുന്ന അനുഭവവും ആ വീട് മുഴുവൻ നിറയ്ക്കുന്ന അനുഭവങ്ങൾ, അഗ്നിനാവുകൾ പ്രത്യക്ഷമായ അനുഭവങ്ങൾ, അത് കഴിഞ്ഞിട്ട് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നും അവിടെ എഴുതിയിരിക്കുന്നു. When we read that experience on the upper room in Acts chapter 2, we hear that there was a great wind and there was like a mighty sound that came, and there was filling of the whole house, and there were tongues of fire which came upon them, and the people there started speaking in tongues. ശമരിയയിൽ വലിയ ഉണർവുണ്ടായപ്പോൾ അവിടെ പത്രോസ് ദൈവത്തിന്റെ വചനവാദികാര്യമായി പ്രസംഗിച്ചപ്പോൾ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. അവര് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് കാണാം. When there was a great revival in Samaria, when Peter was speaking the word of God, when they were hearing the word of God, those who were listening were filled with the Holy Spirit and they started glorifying God. പൗലോസ് ചില ശിഷ്യന്മാരെ കണ്ടിട്ട് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പ്രവൃത്തി 19 ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ട് അവർ യോഹന്നാന്റെ സ്നാനം എന്ന് മറുപടി പറയുകയും, അല്ല, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, സ്നാനമേൽക്കണം എന്ന് പറഞ്ഞ ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അവർക്ക് വേണ്ടി കൈവച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്ന് വായിക്കുന്നു. In Acts chapter 19 verse 2-3, when we read that, Paul is speaking to the disciples. They said, "Did you receive the Holy Spirit when you believed?" And they said, "We have not so much as heard about the Holy Spirit." Then he asked them, "Into what baptism were you baptized?" They said, "Into John's baptism." Then Paul, when he prayed for them, when he baptized and he prayed for them, they received the Holy Spirit. ഈ സ്ഥലങ്ങളിലെല്ലാം സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മ സ്നാനം നടന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ നിന്ന വിഷയമായിരുന്നു
ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി എന്നുള്ള കാര്യം. And one thing that we see common in all these places where the Holy Spirit was poured upon during the baptism is that they started speaking in tongues. അന്യഭാഷയെ പുച്ഛിക്കുന്നവരുണ്ട്, അന്യഭാഷ ലഭിക്കാത്തവരുണ്ട്, അന്യഭാഷ ഇതുവരെ പറയാത്തവരുണ്ട്. ഇതെല്ലാം നിലവിൽ നിൽക്കെ പരിശുദ്ധാത്മ സ്നാനം നടന്ന എല്ലാ സ്ഥലങ്ങളിലും അന്യഭാഷ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. There are a lot of people who do not believe in the tongues. There are people who have not spoken in tongues. There are people who even make fun of speaking in tongues. But when you read the pattern in the Bible, everywhere where the Holy Spirit was manifested, people there spoke in tongues. വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ പലരും അതിനെ ഗ്രഹിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനം നടന്ന സമയത്ത് അന്യഭാഷ സംസാരിച്ച് ശരിയാണെങ്കിൽ അത് നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ അന്യഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മളെ ബോധ്യമാക്കുകയാണ്. On the day of Pentecost, hallelujah, even though the Holy Spirit is poured upon people and the people there spoke in tongues, there are people who teach that after that the tongues have ceased. But when we read and understand the scriptures, we understand, hallelujah, every child of God worshiping the Lord, speaking in tongues has got a great relevance in the scriptures. 1 Corinthians 14 അധ്യായത്തിൽ അതിന് 26 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം കാണാൻ പറ്റും. When we read 1 Corinthians chapter 14 verse 26 onwards, we understand some of the relevance of this experience. വായിക്കാം. ആകയാൽ എന്ത് കിട്ടിയില്ലേ? ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. ഇവിടെ സഭായോഗ വരമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റുന്നുണ്ട്. വിശുദ്ധന്മാരുടെ കൂടിവരവുകളിൽ എന്തൊക്കെ കാണണം പുതിയ നിയമസഭയിൽ എന്ന് പറയുന്ന കൂട്ടത്തിലെ അതിപ്രധാനമായ ഒരു കാര്യമായിട്ടാണ് അന്യഭാഷയെ പറ്റി പറയുന്നത്. When we read 1 Corinthians chapter 14 verse 26, it is talking about how the church meetings and gatherings should be. It says, when you come together, each of you has a psalm, has a teaching, has a tongue. So speaking in tongues has got relevance in church gatherings. അപ്പോൾ നിങ്ങളുടെ കൂടിവരവിനകത്ത് നിർബന്ധമായിട്ടും കാണേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് നിരത്തിയപ്പോൾ അക്കൂട്ടത്തിൽ അന്യഭാഷയുടെ കാര്യം പറയാൻ ദൈവാത്മാവ് മറന്നില്ല. So the speaking in tongues is very clearly listed, and the Holy Spirit has not forgotten to write and mention it here. The speaking in tongues should be there in the church experience. പരിശുദ്ധാത്മാവിന്റെ 5 മണ്ഡലങ്ങളുണ്ട്. പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ ശക്തി, അഭിഷേകം, ആത്മാവിന്റെ ശക്തി. ഇങ്ങനെ 5 മണ്ഡലങ്ങളായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റും. And there are many different experiences of the Holy Spirit: infilling of the Spirit, anointing of the Spirit, baptism of the Spirit, the power of the Spirit. There are 5 different experiences of the Holy Spirit. അതിൽ പരിശുദ്ധാത്മ സ്നാനം നടക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് അന്യഭാഷ ലഭിക്കുന്നത്. In that specific 5 experiences, when a person gets a Holy Spirit baptism, that is when he is able to speak in tongues. ഇന്ന് രാത്രികാലത്തെ ഈ ക്ലാസ്സിൽ അന്യഭാഷയുടെ ചില പ്രാധാന്യം എന്തെന്ന് നമ്മൾ ഒന്ന് വിശദീകരിച്ചു നോക്കുകയാണ്. So in this class, we are going to touch upon what is the relevance of speaking in tongues during the baptism of the Holy Spirit. We are going to touch upon that in today's class. അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു പുത്തൻ തീരുമാനമെടുത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് കർത്താവിന്റെ കാൽക്കൽ വാഞ്ചയോടെ താണിരിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ഈ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയും. If there is anyone who is listening to this word of God today evening who has not got the gift of speaking in tongues through the baptism of the Holy Spirit, with a new commitment, with a new decision, if you are willing to sit in the presence of God, he will be able to receive the Holy Spirit. ഇവിടെ അന്യഭാഷയെ പറ്റി ഒരു സാമാന്യമായ ഒരു അറിവ് ഈ വിഷയത്തെ പറ്റി ദൈവമക്കൾക്ക് ആവശ്യമാണ്. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പലരും അതിനെപ്പറ്റി പല കാര്യങ്ങൾ പറയാറുണ്ട്, അതിനെ പരിഹസിക്കാറുണ്ട്, ദുഷിക്കാറുണ്ട്, ഇതൊക്കെ വെറുതെയാന്ന് പറയാറുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, ആത്മസ്നാനം നടന്ന എല്ലാ സ്ഥലത്തും അന്യഭാഷയിൽ സംസാരിച്ചിരുന്നു.
There are a lot of people who do not believe in speaking in tongues, so there are people even who make fun of speaking in tongues. But as a child of God, we have to understand that everywhere where the Holy Spirit there was a baptism of the Holy Spirit upon the believers there, people spoke in tongues. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 2 വാക്യത്തിലേക്ക് വരാം. 1 Corinthians chapter 14 verse 2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ നമുക്ക് ഈ അന്യഭാഷയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വാക്യ തെളിവോടുകൂടെ നമുക്ക് പെട്ടെന്ന് നോക്കി അങ്ങ് പോകാം. ഇവിടെ 1 കൊരിന്ത്യർ 14:2 നമ്മൾ വായിച്ചപ്പോൾ അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോട് അല്ല, വ്യക്തമായിട്ടാ പറഞ്ഞ കേട്ടോ, മനുഷ്യരോട് അല്ല, ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്നും ഇതാരും തിരിച്ചറിയുന്നില്ല എന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. 1 Corinthians chapter 14 verse 2 very clearly says that, for he who speaks in a tongue does not speak to men but to God. And then it also clarifies in the next line, it says, for no one understands him. ഈ 2-ാം വാക്യത്തിൽ തന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ആരും തിരിച്ചറിയുന്നില്ല എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ദൈവിക മർമ്മങ്ങളെ സംസാരിക്കുന്നതായ ഒരനുഭവമാണ് അന്യഭാഷയിൽ ഒരു വ്യക്തി ദൈവത്തോട് സംസാരിക്കുന്നത്. And it continues on in verse 2. It says that even though no one understands him, however, in the spirit he speaks mysteries. So this experience of speaking in tongues is speaking mysteries to God. അപ്പോസ്തല പ്രവൃത്തിയിലെ 2-ാം അധ്യായത്തിന്റെ 1, 4, 11, 12 ഈ വാക്യങ്ങൾ നോക്കിയാൽ ഇവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. When we read Acts chapter 2, in multiple verses we see that when they were speaking in tongues, they were glorifying about the wonderful works of God. ഇവിടെ ദൈവമക്കൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ 2 വിഷയങ്ങളെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്. There are 2 things that we have to understand from all the verses we read, and especially from 1 Corinthians chapter 14. There are 2 factors or 2 things that are being considered here. ഒന്ന് അന്യഭാഷയെ പറ്റിയും 2 പ്രവചനത്തെ പറ്റിയുമാണ്. One is about speaking in tongues and the other is about prophecy. 2 വ്യത്യാസങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഒന്ന്, അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല. And there are few differences we have to understand before this between this manifestation. One is those who speak in tongues are speaking to God. It's a mystery, no one understands him. എന്നാൽ പ്രവചിക്കുന്നവൻ മനുഷ്യനോട് സംസാരിക്കുന്നു, വ്യക്തമാകുന്നു, ക്ലിയർ ആകുന്നു. മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അവന് ആ കാര്യം ഗ്രഹിക്കത്തക്കവണ്ണമാണ് പ്രവചിക്കുന്നത്. But when you prophesy under the guidance of the Holy Spirit, you're prophesying to men. It is very clear, and it is for exhortation and comfort to men. ആ സമയത്ത് ഒരു പ്രവചനം കേൾക്കുന്ന സമയത്ത് അവിടെ തന്നെ വായിക്കുന്നുണ്ട്, ആത്മീയ വർധന ഉണ്ടാകുന്നു, പ്രബോധനം ഉണ്ടാകുന്നു, അഥവാ സമർപ്പണം ഉണ്ടാകുന്നു, 3 ആശ്വാസം ഉണ്ടാകുന്നു. പ്രവചനത്തിൽ ഈ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുകയാണ്. In prophecy, there are 3 things which are contained in a prophecy that God gives. One is it will bring edification. Second, it brings exhortation. Third, it brings comfort. അന്യഭാഷ സംസാരിക്കുന്ന ദൈവത്തോടും പ്രവചിക്കുന്നത് മനുഷ്യനോടും. When a person speaks in tongues, he's speaking to God, but when he prophesies, he's speaking to men. പ്രവചിക്കുന്നത് മനുഷ്യൻ തിരിച്ചറിയുന്നു, അന്യഭാഷ പറയുന്നത് ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല. A prophecy which is being said to men, he understands that, but a person who is speaking in tongues does not understand because he's speaking mysteries with God. ഇനി ഏറ്റവും പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ ഗ്രഹിക്കേണ്ട ഒരു മാർമിക കാര്യം 1 കൊരിന്ത്യർ 14-ന്റെ 4-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. And there is one more thing that we have to understand, that the children of God, members of the church, have to understand. That is listed in 1 Corinthians chapter 14 verse 4. വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ
തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. കണ്ടു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. It says in verse 4, he who speaks in a tongue edifies himself. നിനക്ക് ആത്മീയ വർധനവ് വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുകയും ആ സമയത്ത് വ്യക്തിക്ക് ആത്മീയ വർധന ഉണ്ടാകുകയും ചെയ്യുന്നു. If you are a person who desire to be spiritually growing, then you need to be a person who has got the baptism of the Holy Spirit, and you also need to speak in tongues, because it's listed in verse 4, when a person speaks in tongues, he edifies himself. അപ്പൊ ചിന്തിച്ചു നോക്കിയാൽ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവിക മർമ്മങ്ങൾ സംസാരിക്കുന്നു, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു, തനിക്ക് തന്നെ അന്യഭാഷ സംസാരിക്കുന്നവൻ അവന് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. So a person who speaks in tongues, he is very clearly listed there. He glorifies God, he edifies himself, he speaks about the wonderful things of God, and he's speaking mysteries to God. നീ ആത്മീയ വർധന വരുത്തി ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉടമയായി നിൽക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കണം. If you are a person who aspires to lead a spiritual life, a good spiritual maturity, then you need to speak in tongues and bring edification to yourself. 1 14 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. Can we read 1 Corinthians chapter 14, verse 14 and 15? ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അടുത്ത കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഞാന് ഈ 14-4 വാക്യം നിങ്ങളോട് പറഞ്ഞപ്പോൾ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നതാണ് അന്യഭാഷ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ദൈവമക്കൾ ശ്രദ്ധിച്ചോണം ഈ കാര്യം. ഇതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നിനക്ക് വ്യക്തിപരമായി വളരെ സമയം ഏകാഗ്രമായി ദൈവത്തോട് സംസാരിപ്പാൻ ദൈവം ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് തന്നിരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ. In verse 4, in 1 Corinthians chapter 14, verse 4, and also continuing in 14 and 15, we have to understand, especially the children of God, that it is a great experience, great opportunity God has given to spend how many hours we want speaking to God, speaking in tongues. അപ്പൊ എത്രത്തോളം ആത്മീയ വർധനവ് വരുത്താൻ ആഗ്രഹിക്കുന്നോ അതനുസരിച്ച് നിന്റെ ഹൃദയം ഏകാഗ്രമാക്കി കൊടുത്തുകൊണ്ട് നീ തനിയെ ഇരിക്കുമ്പോൾ വളരെ സമയം ദൈവമായി സംസാരിപ്പാൻ തക്കവണ്ണം അന്യഭാഷ എന്ന മാധ്യമം ഇവിടെ ഉപയോഗിക്കുകയാണ്. And you can use this medium of speaking in tongues to bring spiritual edification in your life. You can spend hours dedicated, focused, sitting in the presence of God, speaking in tongues, which will bring great edification in your spiritual life. 14-15 വാക്യങ്ങൾ വായിച്ചു കേട്ടപ്പോൾ പ്ലീസ് ഒന്നുകൂടെ വായിക്കാമോ? ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ അപ്പൊ സ്റ്റേജ് മാറുക, സ്ഥിതി മാറുക. അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയിട്ട് ഹല്ലേലൂയ ആത്മീയ വർധനവിന്റെ അനന്തരഫലമായിട്ട് നിന്റെ ആത്മീയ സ്ഥിതി മാറുന്നു, സ്റ്റാൻഡേർഡ് മാറുന്നു, ലെവൽ മാറുന്നു. You know, as we read in verse 14, it says that, for if I pray in a tongue, my spirit prays, but my understanding is unfruitful. If your spiritual life or your spiritual maturity is increasing, your benchmark or your standard is improving in your Christian life as you continue speaking in tongues. ഇപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുക മാത്രമല്ല, ഇവിടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനിടയാകുന്നു. So you go to the next stage in your spiritual life. You started by speaking in tongues, but now you're starting to pray in tongues. അതിന് പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു എന്നാ പറയുന്നത്. And another explanation or description given there is called praying in the spirit. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അന്യഭാഷയിൽ പാടുന്നു.
And the next thing is, hallelujah, just like praying in the Spirit, now you are singing in the Spirit. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, ആത്മാവിലുള്ള പ്രാർത്ഥനയുണ്ട്. There is a prayer which can be done by your understanding, but there is also prayer which can be done in the Spirit. നമുക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നാം അറിയാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആത്മാവ് ഞരങ്ങിക്കൊണ്ട് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. We also read in the scriptures, because we do not know how to pray, the Spirit is groaning for us in prayer and intercession using words we do not understand. ഇവിടെയുള്ള താൽക്കാലിക കാര്യങ്ങൾ, ഇവിടെ നശിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ തീരുന്ന കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിച്ച് പലരും അവസാനിപ്പിക്കുമ്പോൾ ഒരു ആത്മീയനെ സംബന്ധിച്ചോളം കാണുവാൻ കഴിയുന്നത് നിത്യതയിൽ കർത്താവിനോടുകൂടെ നിത്യവാസം ചെയ്യുന്നതിന് വേണ്ടി അവനെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് ദൈവവുമായി ബന്ധപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. നീ പ്രാർത്ഥിക്കാൻ മറന്നുപോയതോ ആത്മീയ വിഷയങ്ങൾ പറയാത്തതോ ആയ കാര്യങ്ങളെ കൂടെ ഫില്ലപ്പ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. Many people, their prayer lives are usually contained with many desires that finish with this earth. Hallelujah. But when you start to pray in the Spirit, you are starting to focus on heavenly things and about eternity, and the things you miss to pray, the Spirit fills the gap and sends your petitions to God. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. Verse 14 says, if I pray in a tongue, my spirit is the one who's praying, എന്റെ ബുദ്ധിയോ അഫലമാകുന്നു. and my understanding is unfruitful. പൗലോസ് ഭാഷയിൽ പറയുന്നു, ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. And verse 15 says, what is the result then? I will pray with the Spirit, and I will also pray with the understanding. I will sing with the Spirit, and I will also sing with the understanding. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാനും ആത്മാവിൽ പാടാനും ഇടയാവുന്നുണ്ട്? My dear brothers and sisters, let me ask, how many of us are able to pray and sing in the Spirit? നിങ്ങൾക്ക് എത്ര പേർക്ക് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ ഇടയാകുന്നുണ്ട്? How many of you are able to speak to God in speaking in tongues? ഇത് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പോരായ്മയായിട്ട് അതിനെ കാണണം. If you are not having this experience, you have to as in our life. ഇതിനെപ്പറ്റി വലിയൊരു ദാഹം ഇന്ന് രാത്രി ഉണ്ടാകണം. And we should have a great thirst to receive this experience. ദാഹത്തോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായും ആത്മാവിനാൽ ദൈവം നമ്മെ നിറയ്ക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ പാടുകയും ചെയ്യുവാനുള്ള പ്രത്യേക കൃപയാനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ പകരാൻ പോവുകയാണ്. If you're able to sit in the presence of the Lord with a great thirst to be filled with the Spirit, He will give you the ability and the grace not only to speak in tongues, but to pray in the Spirit and also sing in the Spirit. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന വിഷയത്തിൽ അന്യഭാഷയ്ക്ക് അതിപ്രധാനമായ സ്ഥാനമുണ്ട് എന്നാണ് ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത്. So a true worship which is done in the Spirit, praying and worshiping in the Spirit has got great relevance. That is what is understood or proven by the verses we read here. 1:14-17 വാക്യങ്ങൾ ചേർത്ത് വായിക്കണം. നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം, മറ്റവന് ആത്മീയ വർധന വരുന്നില്ല താനും. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പറയാണ്, നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. In 1 Corinthians chapter 14 verse 17 and 18 it says, I thank my God, I speak with tongues more than you all. Paul is saying there. 16-ാമത്തെ വാക്യത്തിൽ, അല്ല നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മാവില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമീൻ പറയുമെന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. But in verse 16, there is also a question that is there, which says in verse 16, if you bless with the Spirit, how will he who occupies the place of the uninformed say amen at your giving of thanks? ഈ പരിശുദ്ധാത്മസ്നാനം നടന്ന സമയത്തും പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മസ്നാനം നടന്ന സമയത്തും ഇതിന് തിരിച്ചറിയാൻ പാടില്ല, മനസ്സിലാകാൻ ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ. Even on the day of Pentecost, when the Holy Spirit baptism was poured upon the people there were a lot of people who still did not understand that. അതുകൊണ്ടാണ് പറഞ്ഞു ഇവര് വീഞ്ഞു കുടിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞവരെ പരിഹസിച്ചത്. അതുകൊണ്ടാണ്. That is why the people who were looking at this manifestation, they said, these people are drunk with wine.
എന്നാൽ ഇവിടെ ആത്മാവിൽ നീ അന്യഭാഷയിൽ ആത്മാവിൽ സ്തോത്രം ചെയ്യുവാനിടയാകുന്നത് ശരിയാണെങ്കിലും ഇതില്ലാത്തവന് അത് മനസ്സിലാക്കാൻ ഒക്കത്തില്ല എന്ന് ഇവിടെ പറയുന്നു. പക്ഷെ ഇവിടെ ഇതിന്റെ അർത്ഥം ഗ്രഹിച്ചോണം. സ്തോത്രം ചെയ്യുന്നു. നിനക്ക് ഈ ആത്മാവിൽ പാടാനും ആത്മാവിൽ പ്രാർത്ഥിപ്പാനും ആത്മാവിൽ സ്തോത്രം ചെയ്യാനും, പ്രൈസലോട്ട് പ്രധാന ഭാഗം ആത്മാവിൽ സ്തോത്രം ചെയ്യാന്നുള്ളതാണ്. സ്തോത്രം ചെയ്യാനും ഇടയാകുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് നീ തനിയെ ദൈവമായി ശേഷിക്കുമ്പോഴാണ്. So the verse 16, it says that there is a question mark that if you pray in the Spirit or give praise in the Spirit, how a person who has not received the Spirit, he will say amen to you. So what we have to understand, the experiences God has given, whether it is pray or to sing or to give praises in the Spirit, should be when you are alone with the Lord. അപ്പോൾ ഈ അന്യഭാഷ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് വ്യക്തിപരമായി ദൈവവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ അന്യഭാഷ ഉപയോഗിക്കേണ്ടത്. So when should a child of God use this gift of speaking in tongues? Is personally when he connects with God and sitting alone in the presence of God, should he be speaking in tongues more? ഒരിക്കൽ യാക്കോബ് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയിട്ട് തനിയെ ശേഷിച്ചതൊരു പ്രയോഗമുണ്ട്. And when we read in the Old Testament, we speak about Jacob, when he had sent everything that he had, all the people that he had, to the other side of the brook, and he was alone there. അവിടാണ് താൻ ദൂതനുമായി മല്ല് പിടിക്കുന്നത്. And that is the place where he was wrestling with the angel. ഇതുപോലെ നീ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു വിഷയമാണ് അന്യഭാഷ. In the same way, the speaking in tongues should be used when you're sitting alone in the presence of God. You should use the gift of the speaking in tongues. ഞാൻ ഇന്ന് ഒരുപാട് സമയം അന്യഭാഷ പറഞ്ഞായിരുന്നു. And today, personally, I spend a lot of time speaking in tongues, spending time in the presence of God. ഞാനിങ്ങനെ രാവിലെ ഒന്ന് നടക്കാൻ പോയ സമയത്ത് സൗകര്യമായിട്ട് എനിക്ക് ഇരിക്കാനൊരു നല്ല സ്ഥലം കിട്ടിയപ്പോ നല്ല കാറ്റും കുറെ സമയം അവിടെ ഇരുന്ന് എനിക്ക് പെട്ടെന്ന് സങ്കീർത്തനത്തിന്റെ ഭാഗം ഓർമ്മ വന്നു. ദൈവത്തെ ഒന്ന് ശരിക്ക് അറിയാൻ വേണ്ടി കാണാൻ വേണ്ടിയൊക്കെ ദൈവം ഒരുക്കിയ സംവിധാനം, തന്റെ സൃഷ്ടിയുടെ വലുപ്പം ഇതെല്ലാം കണ്ട് സ്തോത്രം ദൈവത്തെ മാറ്റപ്പെടുത്തി അവിടെ ഇരുന്ന് കുറെ സമയം അന്യഭാഷയിൽ ദൈവത്തെ മാറ്റപ്പെടുത്താനിടയായി. Today, for me personally, when I was going for my daily walk today, there's a particular place I was meditating upon the Psalms, and God gave me the opportunity to worship Him, speaking in tongues for a very long period of time. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസവും വലിയൊരു ധൈര്യവും വലിയൊരു പ്രത്യാശയും ആത്മീയ വർധനവും നമുക്ക് വ്യക്തിപരമായിട്ട് അവിടെ അനുഭവിച്ചറിയാൻ പറ്റും. When you speak in tongues personally, you are able to be strengthened, comforted, and you get a great strength when you're speaking in tongues. ഇതെല്ലാം പരിജ്ഞാനത്തോടുകൂടെ ദൈവമക്കൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടെയാണ്. പരിജ്ഞാനമില്ലാതെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് പലരും ഇതിനെ ദുഷിക്കുന്നത്. At the same time, even though it's a great gift God has given, it should be used with lot of wisdom and understanding. Because people are not using it with wisdom, that is why many people try to make fun of this experience. ഇവിടെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നമുക്ക് 14-ന്റെ 5-ാം വാക്യം, 1 കൊരിന്ത്യർ 14-ന്റെ 5-ാം വാക്യം. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. 13-ാം വാക്യം കൂടെ വായിക്കാം. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബറിനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർബറിനായിരിക്കും. 25 മുതൽ 27 വരെ വായിക്കാം. അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണു ദൈവം വാസ്തവമായി നിങ്ങളുടെ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. നോക്കുക, ഇവിടെ എല്ലാം നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രദ്ധിക്കൂ. അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോൾ, ഈ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അന്യഭാഷകൾ വരമായി ലഭിക്കാറുണ്ട്. വിവിധ ഭാഷാപരമായിട്ട്. ഞാൻ നീണ്ടുപോകുന്നുണ്ടോ ഞാൻ പറയുന്ന വാക്കുകൾ? കുഴപ്പമില്ലല്ലോ. ഇല്ല, പറഞ്ഞോ. റോംബാസായോണ്ട് എത്ര നീട്ടി ഞാൻ പറയുന്നത്, വേറെ ആരാന്നില്ല ഞാൻ പറയത്തില്ല എത്ര നീട്ടി. അദ്ദേഹം നല്ല ക്ലിയർ ആയിട്ട് കൈകാര്യം ചെയ്യും, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പറയാത്തൊന്നും കയറി പറയുകയും ചെയ്യല്ലേ. അപ്പൊ ചിന്തിക്കണം, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ദൈവമക്കൾ ഓർക്കുക,
ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ലയിച്ചു ചേർന്ന് കഴിയുമ്പോൾ ചില വ്യക്തികളെ ആത്മാവ് കൃപാവരങ്ങൾ ആ സമയത്ത് പകുത്തു കൊടുക്കും. So we have to understand in many verses in when we read 1 Corinthians chapter 14, many verses, when a person is joined with the Spirit and is speaking in tongues, the Spirit of the Lord gives, or he gives many gifts of the Spirit, especially like speaking in multiple tongues is given to a person. അത് വ്യക്തികളോട്, ദേശത്തോട്, സഭയോട് ഒക്കെയുള്ള ദൂതുകൾ അതിനകത്തുണ്ടായിരിക്കും. And in those manifestation of the gifts of the Holy Spirit, there will be a message to people, to cities, and to many, maybe to the countries as well. അത് വ്യാഖ്യാന വരം ലഭിച്ചിരിക്കുന്ന വ്യക്തികൾ ആ ദൂതുകളെ അവർ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനിച്ച് വ്യക്തികളിൽ എത്തിക്കുന്നു. And that gift of the Holy Spirit, when that is being manifested, other people who have got the gift of interpretation understand what is being the message that is being conveyed, and then translate that and convey to the people or to the church. ശ്രദ്ധിച്ചാട്ട്, അന്യഭാഷ സംസാരിക്കുന്ന ദൈവത്തോടാണ്, ആരും തിരിച്ചറിയുന്നില്ല, എങ്കിലും ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ആത്മാവ് കൃപാവരങ്ങളെ ആ വ്യക്തിയിൽ പകുത്തു കൊടുക്കുമ്പോൾ വിവിധ ഭാഷകളിൽ സംസാരിപ്പാനിടയായി തീരുന്നു. അതിനകത്തുള്ള ദൂതുകളെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ സഭയ്ക്കും വ്യക്തികൾക്കും ആത്മീയ വർധന ഉണ്ടാകുന്നു. So the way we have to understand this is, when a person is speaking in tongues, he's speaking mysteries and he's speaking to God. But during the manifestation of speaking in tongues, God gives him the gift of the Spirit, which is to speak in other tongues, which will have messages which only a person who's got a gift of interpretation will be able to understand and convey to the people. 14-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരാം നമുക്ക്. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വായിക്കുന്നു, അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ അടുത്തത് ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ സ്തുതിക്കാനിടയായി തീരുന്നു. Chapter 14 verse 18 says, I thank my God, I speak with tongues more than you all. It says that another experience of speaking in tongues is praise. അപ്പൊ നോക്കി, എത്ര കാര്യങ്ങൾ നമ്മളിപ്പോ ചിന്തിച്ചൊന്ന് ആലോചിച്ച്, ഈ അന്യഭാഷ പറയുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ഗ്രഹിക്കാതെ പലരും പ്രാപിക്കാതിരിക്കുന്നത്. പ്രാപിച്ച പലരും അന്യഭാഷയെ സംസാരിക്കുമ്പോൾ ഇത്രത്തോളം ഗ്രഹിച്ചാണെങ്കിൽ സ്തോത്രം ചെയ്യുന്ന മറ്റൊരു സ്ഥിതിയിലേക്ക് ദൈവം നമ്മളെ മാറ്റുമെന്നാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. So there are many people who have not understood the relevance of receiving the baptism of the Holy Spirit, and through that speaking in tongues. And those who have received may not fully understand what they're doing or what is the depth of experiences that is there in speaking in tongues. അപ്പൊ അന്യഭാഷ സംസാരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു, സ്തുതിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആത്മവർദ്ധന ഇത് മുഖാന്തരം വരുന്നു. So in summary, when a person is speaking in tongues, what all is contained there? He's speaking to God, he's speaking mysteries, he's praying, he's singing, and he's praising God in the Spirit. ഇതിനെ ആസ്പദമാക്കി നൂറ്റാണ്ടുകൾക്കുമ്പോൾ യെശയ്യാപ്രവാചകൻ പറഞ്ഞൊരു പ്രവചനമുണ്ട്. യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളാണ്. Can we come to Isaiah 28, 12 and 13, 11 and 12, sorry. അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. നൂറ്റാണ്ടുകൾക്ക് പ്രവാചകൽ കൂടെ ഈ കാര്യം ഉറപ്പിച്ചിരുന്നു. സ്തോത്രം ചെയ്യുന്നു. നമുക്കതിനെ പ്രാപിക്കാനൊത്ത ഭാഗ്യം. വിക്കി വിക്കി പറയുന്ന അധരങ്ങളുണ്ട്, വിക്കി വിക്കി പറയുന്ന അനുഭവം. സ്തോത്രം ചെയ്യുന്നു. അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ആത്മാവിന്റെ വ്യത്യസ്തമായ നിലകളെ പറ്റി യെശയ്യാ വന്ന് കണ്ടു. ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാമോ? സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ. 11-12 വായിച്ചേ. അതെ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അധരങ്ങളാൽ കണ്ടത് വ്യക്തമായിട്ട് പറയുന്നത്, അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഈ ജനത്തോട് സംസാരിക്കും. 12-ാം വാക്യം ക്ലിയർ ആണ്. ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നതിന് സ്വസ്ഥത കൊടുപ്പീൻ. ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പം ഈ അന്യഭാഷയിൽ കുറെ നേരം ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തി അന്യഭാഷയിൽ
കുറെ സമയം സംസാരിച്ചാൽ അവന്റെ ക്ഷീണമായിട്ട് സ്വസ്ഥത ലഭിക്കുന്ന ഒരു അനുഭവമാണിത്. ഇതൊരു മർമ്മമാണ്. അനുഭവിക്കുന്ന ഒരു ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. When we read Isaiah chapter 28, verse 11 and 12, it says, "For with stammering lips and another tongue, he will speak to this people, to whom he said, this is the rest with which you may cause the weary to rest, and this is refreshing." Which means that if any person is tired in the spirit, if he can take and speak in tongues, it is a rest and it's a comfort to that person. അവർക്ക് വിശ്രാമം ഉണ്ടാകുന്നു. And that person gets a refreshing and a rest. ഈ അന്യഭാഷ ലഭിച്ച ദൈവമക്കൾ വിവിധ ഭാഷകളാൽ കൃപാവരങ്ങളാൽ നിറയുമ്പോൾ അടുത്തതായിട്ട് അവർ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് 13ാമത്തെ വാക്യം. വ്യാഖ്യാനത്തിനും പ്രവചനത്തിനുമായി പ്രാർത്ഥിക്കണം. And a person who is starting to speak in tongues, the next stage of experience that he should be asking to God is verse 13. It says that for a revelation and interpretation of the word. കർത്താവിന്റെ മഹത്വം. അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രാധാന്യം ഈ അന്യഭാഷയ്ക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ദൈവമക്കളെ പ്രാപിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. ഈ നിലയിൽ ദൈവമക്കൾ സ്വസ്ഥരാകണം. നിങ്ങളുടെ ആത്മാവിൽ പ്രാർത്ഥിച്ചും പാടിയും സ്തോത്രം പുത്തൻ അനുഭവത്തിലേക്ക് വരണം. അതിലുപരിയായിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ആത്മീയ വർധന പ്രാപിച്ചും മറ്റൊരു ലെവലിലേക്ക് നമുക്ക് നീങ്ങണം. So in these days, by all the verses and the things we heard today, through the experience of the baptism of the Holy Spirit and speaking in tongues, let us move into praying and singing and praising God. Let us find comfort when we speak in tongues, and most importantly, let us be spiritually growing each and every day. 10 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഓർപ്പിച്ചത്. ഈ 10 കൂട്ടം കാര്യങ്ങളും അന്യഭാഷയെ സംബന്ധിച്ചോളം വിലപ്പെട്ടതാണ്. There are around 10 things that I spoke to you from what we covered today, and they are all relevant to speaking in tongues. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്ക് തലകളെ വണക്കണം. 14-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം കൂടെ വായിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കേയുമരുത്, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ശ്രദ്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Can we also read 1 Corinthians chapter 14, verse 39? It reads like this: "Therefore, brethren, desire earnestly to prophesy, and do not forbid to speak with tongues." ഈ ശ്രേഷ്ഠവരങ്ങൾ ഈ അനുഭവങ്ങൾ സ്തോത്രം നമ്മൾ ആസ്വദിക്കുമ്പോൾ അന്യഭാഷണത്തിൽ ലഭിക്കുന്ന ഈ വർധനവ് ഒരിക്കലും ദൈവമക്കൾ ഇല്ലാതാക്കരുത്. So we have to earnestly desire for the gifts of the Holy Spirit that the Lord has reserved for us, and especially we should not forbid to speak with tongues. ഇവിടെ ഒരു വാക്ക് പറയുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്ന വിലക്കുകയും വരുത്. And it's very clearly saying that do not rebuke or do not forbid the speaking in tongues. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇത് ആത്മീയ വർധനവിന് വേണ്ടിയുള്ള വിഷയമായതുകൊണ്ട് പരിജ്ഞാനമില്ലാതെ സ്തോത്രം പലരും ഇതിനെ വിലക്കാറുണ്ട്. ഒരു കാരണവശാലും ഇത് വിലക്കരുത്. നിന്റെ ആത്മീയ അകത്തെ മനുഷ്യനെ ഉന്നതിയിൽ എത്തിക്കുന്ന മാധ്യമമാണ് അന്യഭാഷ എന്നിവിടെ ക്ലിയർ ആയിട്ട് പറയുന്നു. So we have to understand from this verse that even though people use these gifts without wisdom, they display these gifts without wisdom, we have no right to correct or to rebuke, to say that you should not speak in tongues. ഈ 11 കൂട്ടം കാര്യങ്ങൾ അന്യഭാഷയെ പറ്റി പറഞ്ഞിട്ട് 40-ാമത്തെ വാക്യത്തിൽ നാം ശരിക്ക് ഗ്രഹിക്കേണ്ട 2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ആമേൻ. അവിടെ സകലവും, ഈ പറയപ്പെട്ട സകലവും, ആമേൻ ഹല്ലേലൂയ, ഉചിതവും ക്രമമായും നടക്കട്ടെ. All these 11 things that we discussed just about using the gifts and speaking in tongues. After this, in verse 40, it says that the summary of this thing says, "But however, let all these things be done decently and in order." ഉചിതവും ക്രമവും എന്താന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കണം. സ്തോത്രം. ഇന്ന് സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉചിതവും ക്രമവും ഇല്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഉചിതവും ക്രമവുമായിട്ട് എങ്ങനെ ആയിരിക്കണം എന്ന് ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്മുർണ സഭയിൽ, ദൈവമക്കളോർക്ക് സ്മുർണ സഭയിൽ
ഈ ഭയങ്കര പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവമക്കൾ ആ പീഡയുടെ കാലഘട്ടത്തിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചും പാടിയും പ്രാർത്ഥിച്ചും സംസാരിച്ചും പ്രവചിച്ചും വ്യാഖ്യാനിച്ചും മുൻപോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ഈ സത്യം മറന്നോണ്ട ഒരു കൂട്ടം ആൾക്കാർ ന്യായപ്രമാണ ആരാധനയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. അവരെയാണ് സാത്താന്റെ പള്ളിക്കാർ എന്ന് പറഞ്ഞത്. So the summary of all this is connecting to the church in Smyrna is that even though they went through a lot of sufferings and tribulation, but they were a group of people, they were a church who were worshiping, singing and praising the Lord in the spirit. But there was another group of people in the city, hallelujah, who were going back to the Old Testament, Old Covenant worship of priesthood. And them, the Spirit of the Lord is pointing out and saying they are the synagogue of Satan. നമുക്ക് 40-ാം വാക്യത്തിന്റെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ ചിന്തിച്ചുകൊണ്ട് സ്മുർന സഭയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അവസാനിപ്പിക്കണം. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് ലഭിച്ച ഈ ദൈവീക ജ്ഞാനത്തിൽ നമുക്ക് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് പ്രാപിക്കാത്തതിന് പ്രാപിച്ചുകൊണ്ട് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആമേൻ വിവിധമായ കൃപയും വരങ്ങളും ഈ ദിവസങ്ങളിൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. യേശു വരാറായി. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise God.